പാലക്കാട് എം.എൽ.എയും മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഒരു സ്ത്രീ നൽകിയ ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് ശനിയാഴ്ച അർദ്ധരാത്രിയോടെ പാലക്കാട്ടെ ഒരു ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. മറ്റ് 2 സ്ത്രീകളുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന ശ്രീ മാങ്കൂട്ടത്തിൽ ആ കേസുകളിൽ അറസ്റ്റിൽ നിന്ന് നേരത്തെ കോടതിയിൽ നിന്ന് ഇടക്കാല സംരക്ഷണം നേടിയിരുന്നു. 2026 ജനുവരി 11 ഞായറാഴ്ച ആരംഭിക്കാനിരിക്കുന്ന ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ നിന്ന് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് പുറത്തായി. ഹോം ടീം തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നതിനിടെ നെറ്റ് പരിശീലനത്തിനിടെ പരിക്കേറ്റ ഋഷഭ് പന്തിന് അല്പനേരം ചികിത്സ ആവശ്യമായി വന്നു. ഗുജറാത്തിലെ ഗിർ സോമനാഥ് ജില്ലയിലെ സോമനാഥ് ക്ഷേത്രം സംരക്ഷിക്കുന്നതിനായി ജീവൻ ബലിയർപ്പിച്ചവരെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച ആചാരപരമായ ഘോഷയാത്രയായ ശൗര്യയാത്രയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച നേതൃത്വം നൽകി. സോമനാഥ് സ്വാഭിമാൻ പർവ്വത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യാത്രയിൽ വീര്യവും ത്യാഗവും പ്രതിഫലിപ്പിക്കുന്ന 108 കുതിരകളുടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറിന മച്ചാഡോ തന്റെ സമീപകാല നൊബേൽ സമ്മാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകിയിരുന്നു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ മറ്റുള്ളവരുമായി പങ്കിടാനോ കഴിയില്ലെന്ന് നോർവീജിയൻ നോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളിയാഴ്ച ഒരു ചെറിയ പ്രസ്താവനയിൽ പറഞ്ഞു.